ആവശ്യത്തിന് വേണ്ടി ആർട്ടിഒയിൽ സമീപിച്ചാൽ ഒരു സംശയമില്ല, അവർ 100 അല്ല 200% സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് പലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫിസിക്കലി ചെറുതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മുച്ചക്ര വാഹനമായിട്ട് മാറ്റുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴായാലും എന്നെ വിളിക്കാം. എനിക്കതൊരു ബുദ്ധിമുട്ടല്ല, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടിരിക്കേണ്ടാവില്ല. കാര്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. നീ പറഞ്ഞു ഇങ്ങനെ ഈ മോട്ടോർ സൈക്കിളിന്റെ ഹെൽമെറ്റ് വെക്കാൻ എന്തിനാണ്? വീണാത്തറക്കൊന്നും പറ്റാ. എങ്ങനെയാണ് വീണാത്തറക്കം പറ്റാതിരിക്കണേ? അതിനെന്താ കാരണം നിനക്കറിയാമോ? അതിന്റെ ഷേപ്പ് എന്താ? ഹെൽമെറ്റ് കണ്ടിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് എന്താ? റൗണ്ട് അല്ല, ഓവൽ. ഓവൽ. അതിനിപ്പോ മോട്ടോർ സൈക്കിൾ ഓവൽ ഷേപ്പ് ആക്കിക്കണേ. തലയുടെ ഷേപ്പ് ആയതുകൊണ്ട് തലയിൽ ഫിറ്റ് ആയിട്ട് കൈകൊണ്ടേ എല്ലാവരും കാത്തിരുന്ന ഒരു മഹനീയ മുഹൂർത്തം ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് മീൻസ് ഓൺ വീൽസ് 2025 എല്ലാവരുടെയും മനസ്സിനെ തണുപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷ മുഹൂർത്തത്തിലേക്കാണ് എല്ലാവരും കടക്കാൻ പോകുന്നത്. മണപ്പുറം ഫൗണ്ടേഷൻ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CSR ബോഡിയാണ്. CSR മാൻഡേറ്ററി ആകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നന്ദകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലൊരു ഭാഗം അവശരായവർക്ക് വേണ്ടി മാറ്റിവെക്കണം, അവരുടെ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് 2009 മണപ്പുറം ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ടു ക്രിയേറ്റ് എ ഹെൽത്തി, എഡ്യൂക്കേറ്റഡ് ആൻഡ് എ ഹാപ്പി കമ്മ്യൂണിറ്റി എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മണപ്പുറം ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ഭിന്നശേഷിക്കാർ നന്ദകുമാർ സാറിൻ്റെ മനസ്സിൽ എന്നും ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു. കാരണം സാർ എപ്പോഴും പറയും, ഒരു കുട്ടി ഒരു വീട്ടിൽ ഭിന്നശേഷിയിൽ ജനിക്കുമ്പോൾ ആ വീട്ടിൽ എത്ര വിഷമങ്ങളുണ്ടാവാം, അപ്പോൾ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മണപ്പുറം ഫൗണ്ടേഷൻ എന്നും ശ്രമിക്കണം എന്ന് സാറിൻ്റെ വലിയൊരു സ്വപ്നം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 50 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. CSR ടീം വലിയൊരു വർക്ക് ചെയ്തേക്കണം. ഈ 400 പേരെയും വിളിച്ച് അവരെ വീഡിയോയിൽ കണ്ട് ഏറ്റവും ഡിസർവിങ് ആണ്, ഈ ഒരു വീൽ ചെയർ കിട്ടിയാൽ അത് ഓടിക്കാൻ പറ്റും എന്നുവരെ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ 50 പേര്, 400 പേരിൽ നിന്നാണ് നിങ്ങളെ 50 പേരെ മണപ്പുറം ഫൗണ്ടേഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതും 51 വയസ്സായവരുടെ റെക്കമെൻഡേഷൻസ് മിനിസ്റ്റീരിയൽ ലെവൽ വരെയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾ 20ഉം 50 എന്നുള്ളൊരു പ്രായത്തിനുള്ളിലാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തത്. ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, മുൻപന്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങളാണ് ഇവരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നേരിട്ടറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണക്കാർ ആര് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും അവർക്ക് വാഹനങ്ങൾ നൽകുവാനും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടുവാനും എല്ലാം ഏതെല്ലാം മേഖലകളിലാണോ അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ എല്ലാം എത്തിച്ചേരുകയും അവരോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. സർക്കാരിനൊരു പിന്തുണ കൂടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരിലും എല്ലാം എത്തുക എന്നുള്ളത് ഏറെ നല്ല വശമായിട്ട് കൂടിയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഒട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വ്യവസായ കയർ
നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. CSR ചെലവ് നിർവഹണത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സ്ഥാനമാണ് മണപ്പുറം ഫൗണ്ടേഷനുള്ളത്. അത് ഏറ്റവും അർഹതയുള്ളവർക്ക് സുതാര്യമായ രീതിയിലൂടെ നൽകാൻ കഴിയുന്നു എന്നതാണ് സവിശേഷത. സാമൂഹ്യ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി CSRകൾ കമ്പനി നിയമ ഭേദഗതിയിലൂടെ ഇടം കിട്ടുന്നതിന് മുൻപ് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിത്വമാണ് ശ്രീ നന്ദകുമാറിൻ്റെത്. ഇനിയുമേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നിങ്ങളുടെ എല്ലാവർക്കും പേരിൽ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ടീമിനെയും അഭിനന്ദിക്കുന്നു. വിങ്സ് ഓൺ വീൽസ് 2025 ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. പദ്ധതി സമർപ്പണത്തിന് നിറഞ്ഞ കൈയടികളോട് കൂടി നന്ദകുമാർ സാർ, രാജീവ് സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചുകൊണ്ട് ഒരു വിഷസ് ആദരിച്ചുകൊണ്ട് തന്നെ നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജീവ് സാറിനും ഒരു ചെറിയ ഡ്യൂട്ടി, നന്ദകുമാർ സാറിൻ്റെയും ബർത്ത്ഡേ ആയതുകൊണ്ട് അദ്ദേഹവും തിരിച്ച് ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഒന്നും കൂടി രണ്ടുപേരും പരസ്പരം വിഷസൊക്കെ അറിയിച്ചുകൊണ്ട് മണപ്പുറം ഫൗണ്ടേഷൻ 2009 ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ തീരദേശം കൊടുങ്ങല്ലൂർ തൊട്ട് ചേറ്റുവ വരെയുള്ള പ്രദേശത്തെ ഇന്ത്യയിലായിട്ടുള്ള തീരദേശം, അവിടെ കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷയാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുടനീളം CSRലൂടെ ചെയ്യുകയുണ്ടായി. ഈ അടുത്ത കഴിഞ്ഞ വർഷമാണ് ആഗസ്റ്റ് 15-ാം തീയതി 500ാമത്തെ വീടുകൾ, പ്രത്യേകിച്ച് ഈ കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് 500ാമത്തെ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത് ശ്രീ മോഹൻലാൽ ആയിരുന്നു. അത് തുടങ്ങി ഇന്ത്യയിലുടനീളം 300ഓളം സ്കൂളുകളിൽ ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ഒരുപാട് സപ്പോർട്ടുകൾ ഹോസ്പിറ്റലുകൾക്കും ഡയാലിസിസ് സെൻ്ററുകൾക്ക് മെഷീനുകളടക്കം ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ മഹനീയമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഓരോ വർഷവും ഇതുപോലെ കുടുംബം പുലർത്താൻ പ്രാപ്തരാക്കിക്കൊണ്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് യാത്രാ സൗകര്യം മാത്രം നേടുക മാത്രമല്ല, അവരെ കുടുംബത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയായിട്ട് കൂടിയാണ്
ഇന്ന് ഈ മുച്ചക്ര വാഹനങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ശ്രീ രാജീവ് മന്ത്രി അദ്ദേഹം തന്നെയാണ് സിയാലിൽ വെച്ച് 75 ഇതുപോലെയുള്ള മുച്ചക്ര വാഹനങ്ങൾ കൊടുക്കൽ നടത്തിയത്. ഈ വർഷം അത് ബഹുമാന്യായിട്ടുള്ള മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ആണ്. മണപ്പുറം ഫൗണ്ടേഷൻ തങ്ങളുടെ ലാഭവിഹിതത്തിൽ നിന്ന് വലിയ ഒരംശം, ഗണ്യമായ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മനുഷ്യസ്നേഹപ്രേരിതമായിട്ടുള്ള ഇടപെടലുകൾക്കുമായി മാറ്റിവെക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഈ സമൂഹത്തിനു വേണ്ടി ഞാൻ അതിൻ്റെ സാരഥികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ VP നന്ദകുമാർ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. എല്ലാ കർമ്മ മേഖലകളിലേക്കും യാതൊരു തട്ടും തടവും കൂടാതെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന ഈ മുച്ചക്ര വാഹനം വളരെയധികം മുതൽക്കൂട്ടാവട്ടെ. അത് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മുൻനിരയിൽ തന്നെ ഉണ്ടാവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വകുപ്പിന്റെ മുദ്രാവാക്യം ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പറയുകയാണ്. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് ആ മുദ്രാവാക്യം. യെസ്, വേദിയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മഹനീയമായ മുഹൂർത്തം നമുക്ക് എല്ലാവർക്കും ഇന്നു മുതൽ പറന്നുയരാനായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ജീവിത ലക്ഷ്യത്തിലേക്ക് പറന്നുയരുന്നതിനായിട്ടുള്ള ഒരു മുച്ചക്ര വാഹനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു താക്കോൽ ദാന നിർവഹണമാണ് ഈ വേദിയിൽ നടക്കുന്നത്. എന്നെ ആദരിച്ച മണപ്പുറം ഫൗണ്ടേഷന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും ഉള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് എൻ്റെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് എനിക്ക് അളവ് തന്ന പാട്ടിനും എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് 2 കൈയില്ല, പക്ഷെ 2 കാല് ദൈവത്തിനുണ്ട്. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഈ എൻ്റെ ആക്സിഡൻ്റായിട്ട് സംഭവിച്ചവരുണ്ട്, അല്ലാതെ എന്താണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും ഈ 4 ചെടികൾക്കുള്ളിൽ നിന്നും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പറന്ന് വീഴാനായിട്ട് വരും. ഇങ്ങനെ ഇന്നത്തെ സ്ഥലത്ത് നടത്തിയതിന് ഒത്തിരി ജനം മണപ്പുറം ഫൗണ്ടേഷന് എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ MDയുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ 2 വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും, പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായങ്ങൾ നൽകാനും, അതുപോലെ തന്നെ എന്ത് സഹായം ആവശ്യപ്പെട്ടാലും അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും നന്ദകുമാർ സാറും മണപ്പുറം ഫൗണ്ടേഷനും ഒക്കെ ചെയ്യാറുണ്ട്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ ജനപ്രതിയായതിനു ശേഷം എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു തന്ന ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മണപ്പുറത്തിന് ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ ഫൗണ്ടേഷന് കഴിയട്ടെ. നന്ദകുമാർ സാറിനും കുടുംബാംഗങ്ങൾക്കും എല്ലാ ഐശ്വര്യവും സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സത്യത്തിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു പരിപാടിയാണ് എന്നെനിക്ക് മനസ്സിലായില്ല. ഇവിടെ കുറച്ച് അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളാണ് സഹായിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ്
വലിയൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതൊന്നും സാധാരണ രീതിയിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂവ്മെൻറ്റിന് അവർക്ക് അവരുടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനായിട്ട് ഉതകുന്ന ഒരു വാഹനം ലഭിക്കുക എന്നുള്ളത് അവരുടെ വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം മനസ്സിലാക്കി അതിനൊരു ഉത്തരം കൊടുക്കുവാനായിട്ട് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ സാധിച്ചു. തീർച്ചയായിട്ടും സാറിൻ്റെ ജന്മദിനം ഏറ്റവും ധന്യമായി ഈ ചടങ്ങിലൂടെ എന്നാണ് ഞാൻ കരുതുന്നത്.